ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ കാണിക്കുന്നത്. ബ്രെഡ് വെച്ചിട്ടാണ്, വളരെ എളുപ്പമാണ്, സിമ്പിളാണ്, എന്നാൽ നല്ലൊരു ടേസ്റ്റുണ്ട്. ഒരു ഡിഫറെൻറ്റ് സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ചിക്കനില്ല, ബ്രസ്റ്റ്, നമ്മുടെ എല്ലില്ലാത്ത കഷ്ണങ്ങളാണ്. അതൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ച് എടുത്ത് വെച്ചതാണ് കേട്ടോ. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് സവാള, ഒരു 2 ടേബിൾ സ്പൂണ് സവാള ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഐറ്റംസ്, അതായത് എല്ലാത്തിനും ക്വാണ്ടിറ്റി നിങ്ങൾ ആൾക്കാരനുസരിച്ച് ചേഞ്ച് ആക്കണം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് ക്യാപ്സിക്കം. ഞാൻ ഇവിടെ ഗ്രീൻ കളർ ക്യാപ്സിക്കാട്ടോ എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം, അതുപോലെ കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് വളരെ കുറച്ച് മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. വളരെ കുറച്ച്, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഒരിത്തിരി മുളക് പൊടി ചേർത്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്തിട്ടിടുക. മുളക് പൊടി ആവശ്യത്തിനനുസരിച്ചിട്ട് ഇടുക കേട്ടോ. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് ഈ ചാറ്റ് മസാല ചേർക്കുമ്പോൾ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ഒരിത്തിരി ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ടൊമാറ്റോ സോസ് ഇല്ലേ, നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ മയോനൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മയോനൈസ് ഇതാ ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക, നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണേ. ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അതുപോലെ ഇതിലേക്ക് നമുക്ക് 2 ബ്രെഡ് സ്ലൈസസ് വേണം, അതായത് വോൾ ബ്രെഡ്. അതുപോലെ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. മുഴുവനായിട്ടും തന്നെ ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പാൽ, ആ ബ്രെഡ് ഒന്ന് കുതിർന്ന് നമുക്കൊന്ന് ഒരു ഇതായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പാൽ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം കേട്ടോ. കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കിയിട്ടെടുക്കുക. അപ്പോൾ നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ കുഴച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ മിക്സ്ചർ. നമ്മുടെ ഈ ഒരു മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മൈദപ്പൊടി, ഒരു 2-3, അതായത് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 കപ്പോളം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം, അതുപോലെ ഞാൻ കുറച്ച് നമ്മുടെ സോസും കൂടെ ചേർത്തിട്ടാട്ടോ ഈ ഒരു ബാറ്റർ ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ ഇതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കണം. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഈ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലൊരു ബ്രെഡ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്താ നിങ്ങളുടെ കയ്യിലുള്ള വെച്ചാൽ അതെടുക്കട്ടോ. ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അടപ്പ് വെച്ചിട്ടെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്ന കട്ടർ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കട്ടോ. അപ്പോൾ ഇതാ ഒരു ഭാഗം, അതായത് ഒരു ബ്രെഡിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ വേറെ എന്തെങ്കിലും ചെറിയൊരു അടപ്പ് എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സെൻറ്റർ ഭാഗത്തൊന്ന് ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ നമുക്കൊരു ഡോണറ്റിൻ്റെ ഷേപ്പ് കിട്ടൂലേ. ഇനി അടുത്ത ബ്രെഡ് എടുത്തിട്ട് ജസ്റ്റ് റൗണ്ടാക്കുക, വീണ്ടും ഇതുപോലെ റൗണ്ടാക്കി എടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ മുറിച്ച ബ്രെഡിൻ്റെ മേലേക്ക് ഇതുപോലെ മസാല തേച്ചിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ ആ ഒരു ഡോണറ്റിൻ്റെ ഷേപ്പ് കിട്ടും കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ആ ഒരു ബ്രെഡ് സ്ലൈസ് ഇതിന് മേലേക്കായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മേലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ എല്ലാതും ഞാനതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ബാറ്ററിൽ മുക്കിയിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിൽ മുക്കി ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ഒരു ബാറ്ററിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക, നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കണേ.
അപ്പോൾ അതാ ഇതുപോലെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓയിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കളർ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്ത് മറിച്ചിടുക. എന്നിട്ട് അടുത്ത സൈഡും കുക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാതും കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഫ്താറിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കല്ലേ. അപ്പോൾ ഇതാ ഇതൊന്ന് ഒന്ന് കളർ ചേഞ്ച് ആകി വരുമ്പോൾ നമുക്ക് അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ആ രണ്ട് സൈഡും കുക്കാക്കിയിട്ട് നല്ലൊരു കളറാക്കി വരുന്നോളം ഒന്ന് കുക്കാക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ. ബൈ.